നവാമ ഇത് നവാമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കേൾക്കാട്ടോ, വർക്കിംഗ് ആണ്. ഇന്ന് നമ്മള് റിപ്പബ്ലിക് ദിനാഘോഷത്തിലാണുള്ളത്. ഓക്കെ, അപ്രൂവ് ആയി, ഓൾറെഡി നാസിഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യഥാർത്ഥ റിപ്പബ്ലിക് ഓക്കെ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ റിപ്പബ്ലിക് ആകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം മുഴുവൻ ദൈവമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. എന്നിട്ട് അവസാനം ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞോണ്ടാ പോണത്. ആ, ഇത്രയൊക്കെ പരിശ്രമിച്ചു, എന്നിട്ട് ഇനി അടുത്ത ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ടിട്ട് വാ, അല്ലേ? ഉം. അതാണ് അവസ്ഥ. മനുഷ്യന്റെ അവസ്ഥ അതാണ്. മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതാണ്. അതെന്താണ് കാരണം? മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് ഇങ്ങനെ അലയും. കുറെ അലഞ്ഞതിന് ശേഷം ചില മനുഷ്യർ വിചാരിക്കും, ഇനിയും ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം വരുന്നില്ല, ഒരു കുന്തം വരുന്നില്ല, ജ്യോതിയില്ല, ഒന്നുമില്ല, എന്നാ ഇനി പിശാചിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ സാത്താനോട് ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ഏ വർഷങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാത്താനോട് ചോദിക്കാമെന്ന് പറയുമ്പോ അവിടെ ഒരു ചോദ്യം വരും. ഏ ഈ സാത്താൻ എങ്ങനെയാണ് ഇരിക്കുക? അല്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇത്രയും നാളും ദൈവത്തിനെ വിളിച്ചു നോക്കി, ഒരു റെസ്പോൺസും വരുന്നില്ല. ഇനി എന്തുകൊണ്ട് നീ ചെയ്തില്ല, നീ ആദമിനെ വണങ്ങിയില്ല എന്ന് സാത്താനോട് ചോദിച്ചാലോ? അല്ലെങ്കിൽ ഐ ആം ശിവ, ഞാനാണ് ശിവ എന്നെങ്ങനെ പറയാൻ കഴിയും? ഈ ഭൂതഗണങ്ങളുടെ അധിപനായ ശിവൻ എങ്ങനെയാണ് ആയത് എന്ന് ഭൂതങ്ങളോട് ചോദിച്ചാലോ എന്നാണ് അതിന്റെ അർത്ഥം. ഈ കൊമ്പും വലിയ തീ കണ്ണുകളും നീണ്ട നാക്കും ഉള്ള ഭൂതത്തെ അന്വേഷിച്ച് ഒരായുസും കൂടെ പോകും. അപ്പോഴും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ്, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ്. അപ്പൊ കുറെ ജീവിതം ദൈവത്തെ അന്വേഷിച്ചു പോയി, കുറെ ജീവിതം പിശാചിനെ അന്വേഷിച്ചു പോയി. ഇവിടെയാണ് ഒരു പ്രപഞ്ച സത്യം. മനുഷ്യ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ് അതാണ് കിട്ടുക. മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് അതാണ്. ഞാൻ ക്ലാസ്സുകൾ കേട്ടു, പുസ്തകങ്ങൾ വായിച്ചു, അടുത്തത് എന്താണ്? ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ്. അടുത്തൊരു വിഭാഗം പറയുന്നത് നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ജീവിതം മാറുന്നില്ല. എന്തുകൊണ്ട്? സോ അവിടെയാണ് മനുഷ്യന് ഏറ്റവും വലിയ സീക്രട്ട് മനസ്സിലാക്കേണ്ടത്. ആ സീക്രട്ട് എന്ന് പറയുന്നത്, ആ സീക്രട്ട് ശിവ അല്ലെങ്കിൽ ആദം ആരാണ് എന്ന് അറിയില്ല
എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ് ആയി മനുഷ്യൻ പോകുന്നത്. ആരാണ് ഈ സാത്താൻ? ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചാലും മനുഷ്യന് കിട്ടൂല. അപ്പോഴാണ് നിരീശ്വരവാദത്തിലേക്ക് പോണത്. ഈ കൊമ്പും ചുവന്ന കണ്ണുകളും രക്തക്കണ്ണുകളും നാക്ക് നീട്ടിയ സാത്താനെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റൂല. അപ്പോഴാണ് പോണത്. മനുഷ്യനായ നിന്നെ വണങ്ങാത്ത നിന്റെ മനസ്സ് ഇന്റലിജന്റ് ഉണ്ട്, നല്ല ബുദ്ധിയുണ്ട്, ദൈവം ഉണ്ടെന്ന് അറിയാം പിശാചിന്. പക്ഷേ അത് നിന്നെ വണങ്ങുന്നില്ല. സോ നിന്നെ വണങ്ങാത്ത ആ മനസ്സ് നിന്റെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും ഇത് കണ്ടെത്താൻ കഴിയില്ല. പഞ്ചഭൂതങ്ങളുടെ അധിപനായ ആ ആദം ഓരോ മനുഷ്യനുമാണ്, അല്ലെങ്കിൽ ശിവ. ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ല, എല്ലാവരിലും അതുണ്ട്. ദൈവത്തെ നിങ്ങൾ അന്വേഷിച്ച് എവിടെ അലഞ്ഞാലും കിട്ടില്ല. പിശാചിനെ അന്വേഷിച്ച് നിങ്ങൾ എവിടെ അലഞ്ഞാലും നിങ്ങൾക്ക് കിട്ടില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നല്ല ബുദ്ധിയുണ്ട്, ഇന്റലിജന്റ് ആണ്. സാത്താന് നല്ല ബുദ്ധിയുണ്ട്, ഇന്റലിജന്റ് ആണ്. ദൈവമുണ്ട് എന്നറിയാം, പക്ഷെ മനുഷ്യനെ ചെയ്യുന്നില്ല. ചെയ്യാത്തത് എന്താണ്? അവന്റെ ഉള്ളിൽ തന്നെയാണ് അത്. അവന് ചെയ്യുന്നില്ല. നിങ്ങളെന്ന സത്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ചെയ്യുന്നില്ല. എല്ലാവരും ഈ ജീവിതത്തിൽ വന്നിട്ട് പല രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവനോട് ചോദിക്കുകയാണ്, ഒന്ന് സത്യം പറയാമോ? അവൻ സത്യം പറയൂല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ ആ മനസ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് ആൻസർ ചെയ്യില്ല. ദൈവം എങ്ങനെയാണോ നിങ്ങളുടെ ഉള്ളിലുള്ള അതുപോലെ തന്നെ സാത്താനും ഉണ്ട്, അത് ആൻസർ ചെയ്യില്ല. അത് വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ബുദ്ധിയാണ് ഏറ്റവും വലിയ ബുദ്ധി, നീയാണ് ഏറ്റവും വലിയ, നിന്റെ മനസ്സാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾക്ക് പുറത്ത് സാത്താനെ കാണാൻ കഴിയില്ല. എല്ലാവരും വർഷങ്ങളായി എത്രയോ ആളുകൾ ശ്രവണ മനന ധ്യാന പ്രാക്ടീസ് നടത്തുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഫലിക്കുന്നില്ല? അവിടെയൊക്കെ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ് ആയിട്ട് ജീവിക്കുകയാണ്. ഒത്തിരി പേര് ഇത്തരം പ്രാക്ടീസുകൾ നടത്തുന്നുണ്ട്, കണ്ണടച്ചിരുന്ന് നോക്കുന്നുണ്ട്, ധ്യാനത്തിലിരുന്ന് നോക്കുന്നുണ്ട്, മെഡിറ്റേഷനിലിരുന്ന് നോക്കുന്നുണ്ട്, 5 നേരം നമസ്കരിച്ച് നോക്കുന്നുണ്ട്, പള്ളിയിൽ കുർബാന അർപ്പിച്ച് നോക്കുന്നുണ്ട്, കുമ്പസരിച്ച് നോക്കുന്നുണ്ട്. ഒരുപാട് മാർഗങ്ങൾ മനുഷ്യ സമൂഹത്തില് സാത്താൻ ആരാധിച്ച് നോക്കുന്നുണ്ട്. പല രീതിയിലുള്ള വേസ് മനുഷ്യൻ സ്വീകരിച്ചു നോക്കുന്നുണ്ട്. ദൈവത്തെ ആരാധിച്ചു നോക്കുന്നുണ്ട്, ഇവരൊക്കെ ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും റിസൾട്ട് ഇല്ല. അവിടെ ഒന്നും റിസൾട്ട് ഇല്ല. ഇവിടെ എല്ലാം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, വാദിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം അവിടെയെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ശിവന്റെ പാത അല്ലെങ്കിൽ ആദത്തിന്റെ പാതയാണ് ഫോളോ ചെയ്യുന്നത്. അത് വർക്കാകില്ല. ഈ പ്രപഞ്ച രഹസ്യത്തിലെ ഏറ്റവും വലിയ സീക്രട്ട് അതാണ്. കാരണം നിങ്ങൾ ശിവനെയും ആദത്തിനെയും ഒക്കെ മറ്റൊരാളായി കാണുകയാണ്. ഒരാളായി കണ്ടിട്ട് ആ ആളെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ്.
ഞാൻ പറഞ്ഞത് ചിലപ്പോ നിങ്ങൾക്ക് കുറച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് സൂക്ഷ്മമായി, അതായത് ആണോ പെണ്ണോ സ്ത്രീയോ പുരുഷനോ ഒന്നുമല്ല ആദം ശിവൻ. അത് നിങ്ങളാണ്. അത് നിങ്ങളാണ്. നിങ്ങൾ പുറത്തുള്ള ആരോ ആണെന്ന് വിചാരിച്ചിട്ട് അതിനെ ഫോളോ ചെയ്യുകയാണ്. ആപ്പിള് കടിച്ചത് ഫോളോ ചെയ്യുവാണ്. ആപ്പിള് കടിച്ച ഡ്യൂപ്ലിക്കേറ്റ് കഥ അത് അന്നത്തെ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താ. നിങ്ങൾ മുതിർന്നപ്പോഴും ആ കൊച്ചു കുട്ടിയുടെ കഥ ഫോളോ ചെയ്യുവാണ്. മനസ്സിലായില്ലേ? ആദമും ഹൗവയും, അതായത് ശിവ പാർവതി, ശക്തിയും ശിവനും നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. നിങ്ങൾ ഇപ്പോഴും പഴയ സ്റ്റോറി കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത സ്റ്റോറി. ആപ്പിള് തിന്നു, അങ്ങനെ ആപ്പിൾ ഉണ്ടായി, ആ ആപ്പിളിൽ നിന്നും നന്മ തിന്മകൾ ഉണ്ടായി. ആ നന്മ തിന്മയിൽ നിങ്ങൾ ജീവിക്കുകയാണ്. നിങ്ങൾ സ്വർഗത്തിലാണ് ജനിച്ചു വീഴുന്നത്. ഒരു കൊച്ചു കുട്ടി സ്വർഗത്തിലാണ് ജനിച്ചു വീഴുന്നത്. ആ സ്വർഗത്തിൽ ജനിച്ചു വീണ നിഷ്കളങ്കമായ കുട്ടിയെ ആദമും ഹൗവയുമാക്കി അതിന്റെ ഉള്ളിൽ നിക്ഷേപിച്ച്, സാത്താനെയും ദൈവത്തെയും ഉള്ളിൽ നിക്ഷേപിച്ച് നിങ്ങൾ അവിടെ കിടന്ന് അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആദമിനെയും ഹവയെയും മെറ്റീരിയലിസ്റ്റിക് ആയി, ഒബ്ജക്റ്റീവായി നിങ്ങൾ ഫോളോ ചെയ്യുകയാണ്. ശിവന്റെയും ആദത്തിന്റെയും വഴി വളരെ സിമ്പിൾ ആണ്, പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ശക്തിയുടെ വഴി, ഹവ്വയുടെ വഴി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ജീവന്റെ വഴി, അതായത് ജീവന്റെ മരം, അതിലും കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രഹസ്യം. എപ്പോഴും പുരാണങ്ങളിലും മറ്റുള്ളവർക്കും തെറ്റിപ്പോയ ഒരു സംഭവമുണ്ട്. ആ സംഭവം എന്ന് പറയുന്നത്, ഓക്കെ, നീ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ദൈവ ചൈതന്യമാണ്, ബ്രഹ്മമാണ് എന്ന് പറയും. അങ്ങനെയല്ല. നീ ശിവനാണ്, നീ ആദമാണ് എന്ന തിരിച്ചറിവ്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ ഉള്ളിൽ, ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത സെഷൻ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആണും പെണ്ണും നിങ്ങളുടെ ഉള്ളിലാണ്. അവര് തമ്മിലാണ് ഒരു ഒരു വിവാഹം വേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് വളരെ വിശദമായി ഒരു കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിലെ ഏറ്റവും വലിയ രഹസ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ആ ഹൃദയശുദ്ധി ഉള്ളവർ മാത്രമേ ദൈവത്തെ കാണാൻ കഴിയൂ. ദൈവത്തെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഒരു മിനിറ്റ് പോലും അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. 2 മിനിറ്റിനുള്ളിൽ വേറെ ചിന്ത മനസ്സിൽ വരും. എന്താണ് അതിന്റെ കാരണം? അവിടെയാണ് നമ്മൾ ഇതിന്റെ സീക്രട്ട് പഠിക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും ആദമാണ്, അല്ലെങ്കിൽ എല്ലാവരും ശിവ ആണ്. ആൺ പെൺ വ്യത്യാസമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അവിടെ നിങ്ങൾ ദൈവത്തെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? കാരണം മനുഷ്യ മനസ്സിൽ ചിന്തകൾ വരും, അത് വന്നിരിക്കും, ഉറപ്പാണ്. കാരണം മനസ്സ് എന്ന് പറയുന്ന ഈ സാത്താൻ, അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ആയ അത് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. പ്യൂരിറ്റി ഓഫ് ഹാർട്ട്, അത് ഒരു 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 കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അവിടെ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് അശുദ്ധിയാണ്. അതാണ് മറ. അശുദ്ധി അഥവാ വികൽപ്പം. വികൽപ്പം എന്നാൽ ചിന്തകൾ സൃഷ്ടിക്കുന്ന രീതി. അത് മനസ്സിന്റെ സ്വഭാവമാണ്. അത് മാറ്റാൻ ഒരിക്കലും കഴിയില്ല. അവിടെയാണ് മനുഷ്യൻ ഏറ്റവും വലിയ തന്ത്രം പ്രയോഗിക്കേണ്ടത്. അവിടെയാണ് മനുഷ്യൻ ഇച്ചിരി കട്ടിയായി പോകണ്ടോ? കട്ടിയായി പോകണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണല്ലേ? ഓക്കെ. മനുഷ്യന്റെ മനസ്സാണ് ചിന്തകൾ സൃഷ്ടിക്കുന്നത്. ഓക്കെ. അവിടെയാണ് മനുഷ്യൻ അവന്റെ ഏറ്റവും വലിയ കഴിവ് പ്രയോഗിക്കേണ്ടത്. അവിടെ നിങ്ങൾ ഈ അശുദ്ധ വികൽപ്പത്തിന് പകരം നിങ്ങൾ ശുദ്ധ വികൽപ്പം ഉപയോഗിക്കണം.
അതായത് പ്യുവർ തോട്ട് കൺസ്ട്രക്ഷൻ നടത്തണം. അസൂയ, കാപട്യം, കുശുമ്പ്, കുന്നായ്മ, ദേഷ്യം, മറ്റുള്ളവരോടുള്ള പക, അവൻ നന്നാവുന്നതിലുള്ള അസൂയ, ഇതെല്ലാം നിങ്ങൾ മാറ്റി വച്ചിട്ട് അവിടെ ശുദ്ധ വികല്പം ഉണ്ടാക്കണം. മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ ചിന്തകളെ നിങ്ങൾ ശുദ്ധമാക്കി മാറ്റണം. മനസ്സിലായില്ലേ? അതായത് അശുദ്ധ വികല്പമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് മനസ്സിന്റെ സ്വഭാവമാണ്, അത് മാറ്റാൻ കഴിയില്ല. മനസ്സ് ചിന്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തന്ത്രം. ആ മനുഷ്യന്റെ അതായത് ആ ആത്മശക്തിയിലുള്ള ഏറ്റവും വലിയ തന്ത്രം. അവിടെ ശുദ്ധ വികല്പം നിങ്ങൾ പ്രയോഗിക്കണം. വികല്പം ചിന്തകൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും മനസ്സ്. അവിടെ പ്യുവർ തോട്ട് കൺസ്ട്രക്ട് ചെയ്യണം. അതെങ്ങനെയാണ്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായി വരുന്നിടത്താണ് നിങ്ങൾ അവിടെ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കേണ്ടത്. ഓട്ടോമാറ്റിക്കായി വരുന്നതല്ല. നിങ്ങളുടെ കുബുദ്ധിയും നിങ്ങളുടെ സ്വാർത്ഥതയും നിങ്ങൾ മറ്റെന്തോ നേടാനുള്ള ശ്രമത്തിന്റെയും ഭാഗമായി വരുന്നതാണ്. അവിടെയാണ് നിങ്ങൾ ശിവ അല്ലെങ്കിൽ ആദം, ലിമിറ്റ്ലെസ് ശിവ അല്ലെങ്കിൽ ആദം ആണ് എന്ന തിരിച്ചറിവുണ്ടാകേണ്ടത്. നിങ്ങൾ ഇപ്പോഴും ലിമിറ്റഡ് ആണ്. നിങ്ങൾ കള്ളനാണ്, നിങ്ങൾ പോക്കിരിയാണ്, നിങ്ങൾ മറ്റുള്ളവനെ പറ്റിക്കാൻ നിൽക്കുന്നവനാണ്, നിങ്ങൾ ചതിയനാണ് എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്യുവർ തോട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങൾ സ്വയം തിരിച്ചറിവുണ്ടാവണം. യു ആർ ശിവ അല്ലെങ്കിൽ യു ആർ ആദം, നീയാണ് ആദം എന്ന തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ, ആ തിരിച്ചറിവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ ഓട്ടോമാറ്റിക് തോട്ട്സിനെ ഈ ശുദ്ധ വികല്പമായ, അതായത് ശുദ്ധമായ രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്വയബോധമുണ്ടാകണം. മനുഷ്യനെ കഴിവില്ലാത്തവനായി ചിത്രീകരിച്ചിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്നവനായി, എങ്ങനെ ബോധമില്ലാത്തവനായി നീ സ്വയം നിന്നെ ചിത്രീകരിച്ചു വച്ചിരിക്കുകയാണ്. ആ ചിത്രീകരണം മാറ്റണം. അതാണ് ഇന്ന് ലോകം മുഴുവൻ നടക്കുന്നത്. നിനക്ക് കഴിയൂല, നിനക്ക് കാണാൻ പറ്റൂല, നീ വെറും ഒരു വിഡ്ഢിയാണ്, നീ ഒരു കള്ളനാണ്, മറ്റവനും ചതിക്കാൻ വന്നിരിക്കുന്നവനാണ്, എല്ലാവരും ചതിയന്മാരാണ്, ഈ ലോകം ശരിയല്ല എന്ന തോന്നൽ ആദ്യം നിന്റെ ഉള്ളിൽ നിന്ന് നീ എടുത്തു കളയണം. ആ എടുത്തു കളഞ്ഞാൽ മാത്രമേ എങ്ങനെ 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 എന്ന നിന്റെ ചോദ്യം ഇല്ലാതാവുകയുള്ളൂ. അത് ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഉണ്ടത്. എങ്ങനെ എങ്ങനെ ദൈവത്തെ കാണും? കാരണം നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് തിരിച്ചറിവ്. ഇതെല്ലാം നിന്റെ ഉള്ളിലാണ് എന്ന സത്യം. അത് തിരിച്ചറിയാതെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂല. അതേ സ്റ്റാൻഡിൽ നീ നിൽക്കും. ആ ബസ് സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. ബസ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും പറ്റൂല. സ്വയമായിട്ട് ഈ ഒരു തിരിച്ചറിവ്, നിങ്ങളിപ്പോഴും അവരെ ഫോളോ ചെയ്യുകയാണ്. പ്രവാചകത്വം നിന്റെ ഉള്ളിലാണ് എന്ന് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. നീ സാക്ഷ്യം വഹിക്കേണ്ടത് നിന്റെ ഉള്ളിലാണ്. എല്ലാരും പറയും യു ആർ ശിവ എന്ന് പറയും. ഹൗ? അതാണ് തിരിച്ചറിവ്. നീ കള്ളനല്ല, നീ ആരെ ചതിക്കുന്നവനല്ല, നീ സൂത്രക്കാരനല്ല. നിന്റെ ഉദ്ദേശം എന്താണ്? അത് നീ ചിന്തിച്ചു നോക്ക്. ഉദ്ദേശശുദ്ധി എന്താണ്? ഇനി ഈ തിരിച്ചറിവ് ഉണ്ടായാൽ അൾട്ടിമേറ്റ് സത്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? അതും പറ്റൂല. ചിന്തകൾക്ക് മാത്രം അൾട്ടിമേറ്റ് ആയ റിയാലിറ്റിയിലേക്ക്, അതായത് പ്രപഞ്ച സത്യത്തിലേക്ക് നയിക്കാൻ കഴിയില്ല. അവിടെ നിങ്ങൾക്ക് ആകെ കഴിയുന്നത് ദ്വൈതത്തെ മറികടക്കാനാണ്. രണ്ടാണ് എന്ന നീയും ആദമും രണ്ടാണ് എന്ന ദ്വൈതത്തെ മറികടക്കാൻ മാത്രമേ നിനക്ക് പറ്റുള്ളൂ. അദ്വൈതത്തിലേക്ക് നടക്കാനേ ചിന്ത പറ്റുള്ളൂ. തെറ്റായ ചിന്തകളെ മാറ്റി റീസെറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോഴും വഴി വേണം, മാർഗം വേണം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ശുദ്ധ വികല്പം. അൾട്ടിമേറ്റ് സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന തിരിച്ചറിവ്. വണ്ണസിലേക്ക് എത്താം, അത്രേ ഉള്ളൂ.
അത് ആദ്യത്തെ സ്റ്റെപ്പാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതുണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടാകും. പല രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ തിരിച്ചറിവിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആദ്യം ചോദ്യം നിൽക്കുള്ളൂ. തിരിച്ചറിവിൽ എത്തുന്നത് വരെ ആ ചിന്തകളെ നിങ്ങൾ മാറ്റി സ്ഥാപിക്കണം. ഉള്ളിൽ തോന്നുന്ന അശുദ്ധ ചിന്തകളെ നിങ്ങൾ മാറ്റി ശുദ്ധ ചിന്തകളിലേക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കയറാൻ പറ്റുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് ബസ്സിലായിട്ട് കാലെടുത്ത് വെക്കണമെങ്കിൽ അത് വേണം. പിന്നെ ബസ് പോകൂല. പിന്നെ ബസ് പോകൂല. അവിടെ നിങ്ങൾക്ക് ദ്വൈതത്തെ മറികടക്കാം. നിങ്ങൾ ഒരു കഴിവ് കുറഞ്ഞ ആളാണ്. നിങ്ങൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾ ഒന്നിനും കഴിവില്ലാത്തവനാണ്. നിങ്ങളെ കൊണ്ട് മനുഷ്യനാണ്, മൺകുടമാണ്, മണ്ണാണ് എന്ന ചിന്തയെ മറികടക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഇതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, എത്ര പഠിച്ചാലും, എത്ര വായിച്ചാലും, എത്ര അറിവ് നേടിയാലും, എത്ര ക്ലാസ് കയറിയാലും എന്നെ ഇത് നയിക്കുന്നില്ല എന്നത് ഉണ്ടാകും. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിനെയാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് വഴികളിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ശുദ്ധവിദ്യയും ഒന്ന് പ്യുവർ നോളജും. ശുദ്ധവിദ്യ വേണം നിങ്ങളുടെ കയ്യില്. അതായത് ഭാവന. ഭാവന എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ അല്ല കേട്ടോ. ഭാവനയ്ക്ക് ഇംഗ്ലീഷ് ഇല്ല. ഭാവന എന്ന് പറയുന്ന, യഥാർത്ഥ ഭാവന എന്ന് പറയുന്ന വാക്കിന് ഇംഗ്ലീഷ് ഇല്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം എന്നാന്നുള്ളത്. മനുഷ്യൻ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നത് രണ്ട് വഴികളിലൂടെയാണ്. ഒന്ന് രൂപം, ഒന്ന് നാമം. ഇതെല്ലാം രൂപം കൊള്ളുന്നത് എവിടെ നിന്നാണ്? രൂപം ഭാഷയിൽ നിന്നാണ്. ഭാഷ അതാകട്ടെ അക്ഷരങ്ങളിൽ നിന്നും, ഭാഷയാകട്ടെ അക്ഷരങ്ങളിൽ നിന്നും. നിങ്ങള് ഇപ്പൊ സംസ്കൃതമാണേലും മലയാളമാണേലും ആദ്യത്തെ ഒരു അക്ഷരം എന്താണ്? ആ, ആ, ആ ആണ്. അവസാനത്തെ എന്താണ്? ഹ, ഹ. അതായത് അഹമാണ്. ഈ അഹത്തിന്റെ ഉള്ളിലാണ് എല്ലാം എന്ന തിരിച്ചറിവ് ഉണ്ടാകണം ആദ്യം. ആ, ഹ, അഹം. അഹത്തിനുള്ളിൽ ഐ, അതിനുള്ളിലാണ് എല്ലാം. ഐ, ആ, യാ. അറബിയില് ആലിഫ്, യാ, യാ, ആ, യാ, ആ. തിരിച്ചറിവ്, ആ തിരിച്ചറിവിനുള്ളിൽ, നിന്റെ ഉള്ളിലാണ് ഇതെല്ലാം എന്നാണ് തിരിച്ചറിവ്. അവനിൽ നിന്ന് തുടങ്ങി അവളിൽ അവസാനിക്കുന്നു. ഹംസ, അലിഫിൻ തുടങ്ങി ഹംസ. അലിഫ് എന്ന ആ ആദമിൽ നിന്നും തുടങ്ങി ഹൗവയിൽ അവസാനിക്കുന്നു. ആ, ആ. സംസ്കൃതം മനസ്സിലായില്ലേ? അതിനുള്ളിലാണല്ലോ എല്ലാം വരുന്നത്. അഹം അഥവാ നീ എന്ന ഞാൻ, അവനിൽ നിന്നും അവളിലേക്ക്, അതാണ് സകല പ്രപഞ്ചവും. അതിലാണ് സൂക്ഷ്മ സ്ഥൂല കാരണ എല്ലാം വരുന്നത് അതിനകത്താണ്. എല്ലാം. ഇത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഭാവന ഉണ്ടാവണം. ഭാവന എന്നാൽ ഇമാജിനേഷൻ അല്ല. ഭാവന എന്നാൽ ഇമാജിനേഷൻ അല്ല. ഭാവനയ്ക്ക് ഇംഗ്ലീഷ് വാക്കില്ല. ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർമാൻ, മായാവി, ഏ സിനിമകൾ, ഇതൊക്കെ ഇമാജിനേഷൻസ് ആണ്. ഭാവന അങ്ങനെയല്ല. ഭാവന എന്നാൽ ഉള്ളതിനെ, എന്നാൽ നോർമലായി കാണാൻ കഴിയാത്തതിനെ കാണുക എന്നുള്ളതാണ് ഭാവന. ഇല്ലാത്തതിനെ ഇമാജിനേറ്റ് ചെയ്യുന്നതാണ് ഇമാജിനേഷൻ.
ഇല്ലാത്തത്. ഉള്ളതിനെ, അതാണ് നമ്മുടെ പ്രോസസ്. ഉള്ളതിനെ നിങ്ങൾ കാണുകയാണ്, എന്നാൽ നിങ്ങൾക്ക് നോർമലായിട്ട് അതിനെ കാണാൻ പറ്റുന്നില്ല. നോർമലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല നോർമലായിട്ട്. അതിനാണ് പ്രോസസ്. അതൊരു പ്രാക്ടീസ് ആണ്. ഇറ്റ്സ് എ പ്രാക്ടീസ്, ഭാവനയാണ്. ഇതിലും വ്യക്തമായി ഈ സംഭവത്തെ പറയാൻ കഴിയില്ല. അതായത് ഇല്ലാത്തത് ഇമാജിനേറ്റ് ചെയ്തെടുക്കുകയല്ല, ഉള്ളതിനെ നിങ്ങൾ പ്രപഞ്ചത്തിലുള്ള ഒരു പവറിനെ നിങ്ങൾ ഒരു പ്രോസസ്സിലൂടെ ഇല്ലാത്തതിനെ ഇമാജിനേറ്റ് ചെയ്ത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയല്ല. അതല്ല ഭാവന. ഉള്ളതിനെ, നോർമലായി കാണാത്തതിനെ വേറൊരു രീതിയിൽ നിങ്ങൾ കാണുകയാണ്. ഇതാണ് ശുദ്ധവിദ്യ. ശുദ്ധവിദ്യ. നിങ്ങള് അശുദ്ധ വിദ്യകളാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അശുദ്ധ വികല്പം പോലെ ശുദ്ധ വികല്പത്തിനെ റീപ്ലേസ് ചെയ്തു. പക്ഷെ ആ റീപ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിത്യസത്യത്തെ കാണാൻ പറ്റൂല. അതുകൊണ്ട് ഇത് ശുദ്ധവിദ്യയാണ്. ചപ്പുചവറുകൾ നിറയ്ക്കാത്ത, ഒന്നും നിറയ്ക്കാത്ത ശുദ്ധമായ വിദ്യ. ഈ വഴിയിലൂടെ അല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല. നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾ പഠിച്ചോളൂ, എത്ര വേണമെങ്കിലും അറിവ് നേടിക്കോളൂ. അതാണ് അയാം ശിവ, അഹം ബ്രഹ്മാസ്മി, അല്ലെങ്കിൽ തത്വമസി, അല്ലെങ്കിൽ അനൽ ഹക്ക്, ആ ഹക്ക്, ആഹാ ആഹാ, അഹം ബ്രഹ്മാസ്മി, ആഹാ. അതിലൂടെ മാത്രമേ കഴിയുള്ളൂ. ഇതല്ലാതെ ഈ ശുദ്ധവിദ്യ എന്ന് പറയുന്നാൽ അറിയുന്നവനും അറിവറിയുന്നവനും തമ്മിലുള്ള വ്യത്യാസമാണ്. അറിയുന്നവനും അറിവറിയുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും വർഷമായി, 12 വർഷമായി ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ 40 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അറിവറിയുന്നവനാണ്, അറിയുന്നവനല്ല. സ്വയത്തെ ഈ ആഹാ അല്ലെങ്കിൽ അയാം എന്നതിനെ അറിയുന്നവനല്ല. ശുദ്ധവിദ്യ എന്ന് പറയുന്നാൽ അറിയുന്നവനാണ്. വിദ്യ നേടിയവൻ എന്ന് പറഞ്ഞാൽ അറിവ് നേടിയവനാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിവ് നേടിയ ഒത്തിരി ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ പുസ്തകങ്ങൾ എഴുതിയ ആളുകൾ, വലിയ പണ്ഡിതന്മാർ, ഇവരൊക്കെ അറിവ് നേടിയ ആളുകളാണ്. അറിവും അറിയുന്നതും രണ്ടും രണ്ടാണ്. നീയാണ് ശിവ അല്ലെങ്കിൽ നീയാണ് ആദം എന്ന് അറിയുന്നതും ശിവൻ എന്താണ് എന്ന് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണത്. ഇത്രയും കാലം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ പഠിക്കുകയായിരുന്നു. ആദം മുതൽ ഇതുവരെയുള്ള ആളുകളെ, മുഹമ്മദ് നബി വരെയുള്ള, യേശു അടക്കമുള്ള ആളുകളെ പഠിക്കുകയായിരുന്നു. അല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്, അത് ഉള്ളിലേക്ക് വരുന്നുണ്ട് അവര്. നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇനി ഇത് എങ്ങനെ യേശുവിലേക്ക് വരും എന്നുള്ളതാണ് ഇതിന്റെ സീക്രട്ട്. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സുബ്രഹ്മണ്യ യുഗം, അല്ലെങ്കിൽ കാർത്തികേയ യുഗം, അല്ലെങ്കിൽ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഈസ എന്നൊക്കെ പറയുന്ന അതാണ് ഇതിന്റെ രഹസ്യം. ഈ പ്രപഞ്ച രഹസ്യം അങ്ങനെ പോകുന്നതാണ്. ഇതിങ്ങനെ ഇപ്പൊ ഞാൻ ഇന്ന് ശിവ ആദം പറഞ്ഞു, ഇതിന്ന് കണക്ട് ചെയ്ത് പോകുന്നതാണ് ഇത്. ഇതാ, നമ്മൾ ഒന്നിനും, ഒരു ധർമ്മത്തിനും എതിരല്ല, ഒരാശയത്തിനും എതിരല്ല, ശാസ്ത്രത്തിനും എതിരല്ല, ഒന്നിനും എതിരല്ല. അവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഒന്ന് കുടുക്കി നമ്മൾ അത് പഠിക്കാൻ വിട്ടു. നമ്മളാണ് അത് എന്ന് നമ്മളെ തിരിച്ചറിവിലേക്ക് നമ്മൾ ആരും നയിച്ചില്ല. നമ്മൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വിട്ടത്. എല്ലാ സിസ്റ്റവും, ഇന്ന് നിലവിലുള്ള മുഴുവൻ സിസ്റ്റവും അതിലേട്ടാണ് നയിക്കുന്നത്. വളരെ അപൂർവം ആളുകൾ ഈ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വലിയ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതൊക്കെ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഏറ്റവും സൂക്ഷ്മവും ആനന്ദഭരിതവുമായ ഒരു നിഗൂഢതയിലിട്ട് പ്രവേശിക്കുന്നത്. മനസ്സ് നിശബ്ദമാകുമ്പോൾ കേൾക്കുന്ന ആന്തരികമായ ശബ്ദം. മനസ്സ് നിശബ്ദമാകുമ്പോൾ കേൾക്കുന്ന ആന്തരികമായ ശബ്ദം, അത് പ്രപഞ്ചത്തിന്റെ സംഗീതമാണ്. ശബ്ദമില്ലാത്ത ശബ്ദം കേൾക്കലാണ്. ഒരു കാതിനും പിടിക്കാൻ കഴിയാത്തൊരു ഗാനമാണത്.
ഈ മെറ്റീരിയലിസ്റ്റിക് ആയ ഈ ചെവിക്കൊന്നും പിടിക്കാൻ പറ്റാത്ത ഒരു ഒരു എല്ലായിടത്തും ഒരു സംഗീതം മുഴങ്ങുന്നുണ്ട്. ഉപകരണങ്ങളില്ല, കാറ്റിലല്ല, വാക്കുകളിലല്ല. ബാഹ്യ ശബ്ദം നിലക്കുമ്പോൾ ആന്തരികമായ ഒരു സിംഫണി. നിങ്ങളുടെ ബാഹ്യ ശബ്ദം എപ്പോൾ നിലയ്ക്കുന്നുവോ ഉള്ളിൽ നിന്നും ആന്തരികമായ ഒരു സിംഫണി ആരംഭിക്കും. അത് ശരിക്കും മനസ്സ് നിശബ്ദമാകണം, മനസ്സ് ചെയ്യണം, ഈഗോ നിങ്ങളെ വണങ്ങണം, ഈഗോ നിങ്ങളുടെ കാലിൽ വീഴണം, നിങ്ങളുടെ ഈഗോ വീഴണം. എനിക്ക് മനസ്സിലായി, ഞാൻ ദേ നിലത്ത് കിടക്കുന്നു എന്ന് പറയണം. ഞാൻ ദേ നിലത്ത് കിടക്കുകയാണ്. അല്ല, നിലത്ത് പോയി കിടക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഡെയിലി കിടക്കുന്നുണ്ട് നിലത്ത് പോയി, തലകുത്തിയും ചെരിഞ്ഞും നിവർന്നും മുട്ടുകുത്തിയും ഒക്കെ നിങ്ങൾ കിടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് മെറ്റീരിയലിസ്റ്റിക്. അത് ഒബ്ജക്റ്റീവായിട്ടാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, സബ്ജക്റ്റീവായിട്ടല്ല. ഇതിനെ നാദബ്രഹ്മം എന്ന് വിളിച്ചത് അതിനെയാണ്. നാദബ്രഹ്മം, ഹൃദയത്തിന്റെ സമ എന്ന് സൂഫികൾ വിളിച്ചത് അതിനെയാണ്. സമ. ഖൽബിന്റെ സമ, ചെവികൾക്കപ്പുറമുള്ള ശ്രവണം. ചെവികളില്ലാതെ കേൾക്കാൻ കഴിയുക, അത് തന്നെ. ക്രിസ്ത്യൻ മിസ്റ്റിക്ക് വെച്ച് വാക്കുകൾക്ക് മുമ്പുള്ള വാക്ക്, വാക്കുകൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള വാക്ക്. ഹിന്ദു മിസ്റ്റിസം അതിനെ അങ്ങനെയാണ് വിളിച്ചത്, നാദബ്രഹ്മം, വൈബ്രേഷൻ. വൈബ്രേഷൻ. ഓം എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ. യോഗ പാരമ്പര്യങ്ങൾ സൃഷ്ടി കമ്പനങ്ങളിൽ നിന്നാണ്. ഓം ഒരു മന്ത്രമല്ല, അത് അസ്തിത്വത്തിന്റെ പ്രതിധ്വനിയാണ്, വൈബ്രേഷൻ. യോഗികൾ നിശബ്ദമായിട്ടാണ് ഇരിക്കുക. ഒരു മുഴക്കം, ഒരു മണിനാദം, ആ സ്വരം കേൾക്കുന്നവരെ, അല്ലെങ്കിൽ ഓപ്പൺ യുവർ ഐസ് എന്ന ഒരു 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 സ്വരം കേൾക്കുന്നത് വരെ നിശബ്ദം. അത് ഇറ്റ്സ് എ ടെക്നിക്. ഒരു ഗുഹയിലിരിക്കുന്ന സാധു ഒരു മന്ത്രവും നടത്തുന്നില്ല, ഒരു മന്ത്രണവും നടത്തുന്നില്ല. ആഴ്ചകൾ കടന്നു പോകുന്നു. അവിടെ ഉള്ളിൽ നിന്നും ആന്തരികമായ ഒരു ഒരു ഡ്രോൺ, അതാണ് നാദയോഗ. കാതുകളൊന്നുമില്ല, അവബോധം കമ്പനം ചെയ്യുന്നു, അത് ഓട്ടോമാറ്റിക്കായി വൈബ്രേഷൻ നടത്തുന്നു. സൂഫി മിസ്റ്റിസത്തിലും ആത്മാവിനൊപ്പം കേൾക്കൽ. അവര് കറങ്ങും, പാടും, ജപിക്കും. ഇതൊന്നും വിനോദത്തിനല്ല, മറിച്ച് സ്വയം അതിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വയം ശബ്ദത്തിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് റൂമിയൊക്കെ പറഞ്ഞത്, നാശമുള്ളിടത്ത് ഒരു നിധിക്ക് പ്രതീക്ഷയുണ്ട്. പുറം തോട് തകർക്കുന്ന സംഗീതം, അതൊക്കെ ഒരു കറക്കമാണ്. എന്നോട് ഒരിക്കൽ ചോദിച്ചു, എങ്ങനെയാണ് ശക്തി കൂട്ടുക? കറങ്ങിയാ മതി എന്ന് പറഞ്ഞ. കാരണം എല്ലാം കറങ്ങിയല്ലേ ശക്തി കൂട്ടുന്നത്. സൈക്കിള് കറങ്ങിയാണ് ശക്തി കൂട്ടുന്നത്, ഡേനാമോ കറങ്ങിയാണ് പവർ കൂട്ടുന്നത്, കാറ് നടക്കുന്നത് മോട്ടോർ കറങ്ങിയിട്ടാണ്. എല്ലാം നടക്കുന്നത് കറങ്ങിയാണ്, ഭൂമി വരെ കറങ്ങാണ്. എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഉപകരണങ്ങൾക്ക് അപ്പുറത്തേട്ട് പോകുന്നു. സംഗീതം വേണ്ട, കറക്കല് വേണ്ട, ഒരു സാധനം വേണ്ട, ചുമ്മാ ഇരുന്നാൽ കറങ്ങും. അതാണ് അഡ്വാൻസ്ഡ് ഓട്ടോമേറ്റഡ് ടെക്നോളജി. ഒന്നും വേണ്ട, നോ സപ്പോർട്ട്. ഏറ്റവും പുരോഗമിച്ച നമ്മൾ അത്യന്താധുനിക യുഗത്തിലാണ് ജീവിക്കുന്നത്. വൈ? എന്തുകൊണ്ട് ഇതിൽ മാത്രം നിങ്ങൾ പുരോഗമിക്കുന്നില്ല? ബാക്കി എല്ലാത്തിലും നിങ്ങൾ പുരോഗമിച്ചു. അഡ്വാൻസ്ഡ് മൊബൈല്, അഡ്വാൻസ്ഡ് ടെക്നോളജി, അഡ്വാൻസ്ഡ് TV, അഡ്വാൻസ്ഡ് കാറ്, അഡ്വാൻസ്ഡ് മക്കള്, എല്ലാം അഡ്വാൻസ്ഡ് ഹെയർ കട്ടിങ്, എല്ലാം അഡ്വാൻസ്. ഇതിൽ മാത്രം എന്താ അഡ്വാൻസ് എടുക്കാതെ? ഇതിലിപ്പോഴും പഴയ വഴി. അതെന്തുകൊണ്ട് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂൾസിന്റെ ആവശ്യമില്ല. നോ ടൂൾസ്. നിങ്ങൾ നിശബ്ദമായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിനുള്ളിൽ ദൈവനാമം സ്പന്ദിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അഡ്വാൻസ് ടെക്നോളജി. അവിടെ ഓടക്കുഴലില്ല, ഡ്രമ്മില്ല,
അവിടെ മ്യൂസിക് ഇല്ല, കറക്കമില്ല. നീ കണ്ണടച്ചാൽ ഉറവിടമില്ലാത്തൊരു താളം നിന്റെ ഉള്ളില് ഇടിക്കും. ഹൃദയം പ്രപഞ്ചവുമായി കണക്റ്റ് ആവും. മനസ്സിലായില്ലേ? നിങ്ങൾ ഇങ്ങനെയാണ് റിപ്പബ്ലിക് ആവേണ്ടത്. ഇതാണ് റിപ്പബ്ലിക്. ക്രിസ്ത്യൻ മിസ്റ്റിസം, നിത്യവസന്തം, നിത്യവചനം. സുവിശേഷം ആരംഭിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ വചനം സംസാര ഭാഷയല്ല, ദിവ്യസ്പന്ദനമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വചനമല്ലത്. നിങ്ങൾ വചനമായി നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പഠിക്കുവാണ്. അല്ല, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അത് സംസാര ഭാഷയല്ല, ദിവ്യസ്പന്ദനമാണ്. ഒരു സൂക്ഷ്മമായ മുഴക്കം, ഒരു മാധുര്യം, ഒരു തിളക്കമുള്ള നിശബ്ദമായ അനുസ്മരണം, അനുരണം, അനുരണനം. എന്തോ എന്താണോ അത്. ഉം. അതാണ് ഈ വിശുദ്ധ യോഹന്നാനൊക്കെ പറഞ്ഞ നിശബ്ദ സംഗീതം എന്ന് പറഞ്ഞത്. ശബ്ദിക്കുന്ന ഏകാന്തത, നിശബ്ദമായ ശബ്ദം, പാടുന്ന നിശബ്ദത. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല നാവ് കൊണ്ട്. ബിക്കോസ് അത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നാവ് കൊണ്ട്, മനുഷ്യന്റെ നാവ് കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റൂല. മനുഷ്യന്റെ നാവ് കൊണ്ട്. കാരണം ഇറ്റ് ഈസ് നമ്മുടെ ഹ്യൂമൻ നേച്ചറിൽ നിന്ന് വ്യത്യസ്തമാണത്. നോർമൽ ആയിട്ടുള്ള നമ്മുടെ ശാരീരിക മാനസിക ഭാവങ്ങളിൽ നിന്നും വ്യത്യസ്തമാണത്. ഈ ഈ ആന്തരികമായ ശബ്ദം നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ ചിന്തകൾ അലിഞ്ഞു ചേരുകയാണ് അവിടെ. ചിന്തകൾ അലിഞ്ഞു ചേരും. സമയം, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, സമയം ഇല്ലാതാകും. നിങ്ങളുടെ ഉള്ളിലുള്ള ഭക്തി ആഴത്തിൽ ജ്വലിക്കാൻ തുടങ്ങും. അത് മനുഷ്യന് അപ്പുറമായിരിക്കും, മനുഷ്യ ശരീരങ്ങൾക്ക് അപ്പുറമായിരിക്കും, മനുഷ്യ ഭാഷകൾക്ക് അപ്പുറമായിരിക്കും. അതിരുകൾ ഉരുകി ഇല്ലാതാകും. മനുഷ്യൻ കെട്ടിപ്പൊക്കിയ ബൗണ്ടറികളും അതിരുകളും എല്ലാം ഇല്ലാതാകും. കാരണമില്ലാത്ത ആനന്ദം ഉദിച്ചുയരും. നിങ്ങൾ ശബ്ദത്തെ പിന്തുടരുക, നിങ്ങൾ ഉറവിടത്തിലെത്തും. അത് രൂപത്തിൽ നിന്നും രൂപരഹിതത്തിലേക്കുള്ള ഒരു ഗോവണിയാണ്. ഗോവണി. ഇറ്റ്സ് എ ലാഡർ. ഇറ്റ്സ് എ ലാഡർ. രൂപത്തിൽ നിന്നും, ഞാനിപ്പോ പറഞ്ഞു വന്ന ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഉം, നാമം, രൂപം, ആ രൂപത്തിൽ നിന്നും രൂപരഹിതമായ അഹംഗ്രഹോപാസനയിലേക്കുള്ള ഒരു ഗോവണിയാണിത്. രൂപവും നാമവും എല്ലാം നമ്മൾ പരീക്ഷിച്ച് എല്ലാം ട്രൈ ചെയ്തതാണ്. ഇവിടെ നിങ്ങൾ ആ ഭാവനയിൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വിശ്രമിക്കുകയാണ്. ബാഹ്യ ശബ്ദങ്ങൾ നിങ്ങൾ ശ്രവിക്കുകയാണ്, ശ്രവിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിന് പിന്നിലുള്ള നിശബ്ദതയെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അതാണ്. അതിന് പിന്നിലുള്ള നിശബ്ദതയെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഈ പുറത്തുള്ള ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു നിശബ്ദത, പിന്നിലുള്ള നിശബ്ദതയാണ് അവബോധം. അത് ഈ ബാഹ്യ ശബ്ദം, മനസ്സിന്റെ ആ ശബ്ദം, നിങ്ങൾ അതിന്റെ പിന്നിലുള്ള നിശബ്ദത. ശരീരം വിശ്രമിക്കുകയും ബാഹ്യ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അതിന് പിന്നിലൊരു നിശബ്ദതയുണ്ട് ആഴത്തിൽ. ഒരു നേരിയ മുഴക്കം, അല്ലെങ്കിൽ ഒരു ഒരു വിശാലമായ ഒരു നിശബ്ദത. അതിന് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്, ഒന്നിനും വേണ്ടി ശ്രമിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. അത് സ്വീകരിക്കുക. റിസീവ് ഇറ്റ്. സ്വീകരിക്കുക, വിശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് സ്വീകരിക്കുക. അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി ഒരു സിംഫണിക്കുള്ളിലാണ്. നിങ്ങൾ ഓൾറെഡി ഒരു സിംഫണിക്കുള്ളിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ശ്വാസം അതിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ഹൃദയമിടിപ്പ് അതിന്റെ ഭാഗമാണ്. നിങ്ങൾ കോസ്മിക് സംഗീതത്തിന് പുറത്തല്ല ജീവിക്കുന്നത്. നിങ്ങളുടെ അവബോധം പോലും അതിന്റെ ഭാഗമാണ്. നിങ്ങൾ എപ്പോഴാണോ സത്യം ഗ്രഹിക്കുന്നത്, ആ സത്യമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്.
അതിന് ഒരാളുടെയും സപ്പോർട്ട് ആവശ്യമില്ല. ദയവ് ചെയ്ത് ഗുരു എന്ന് വിളിക്കരുത്. അത് മറ്റുള്ളവർ എനിക്ക് ചാർത്തുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഗുരുവാണെന്ന്. അതാരൊക്കെയോ ചേർന്ന് ഇവൻ ഗുരുവാണ് 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 എന്ന് പറയുന്നതാണ്. ഞാൻ ആരുടെയും ഗുരുവല്ല. ഞാൻ ചുമ്മാ ഒരു ചൂണ്ടിക്കാട്ടൽ തരുതാൻ മാത്രം. ദാ നോക്കിക്കോ, ഒരു സൈൻ ബോർഡ്. ഞാൻ ഒരിക്കലും ഒരു ഗുരുവാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ ആൾ ദൈവമോ ഞാൻ ഗുരുവോ ഒന്നുമല്ല. സൈൻ ബോർഡ്, വരാൻ പോകുന്ന ഒന്നിലേട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സൈൻ ബോർഡ്. ആ സൈൻ ബോർഡിന് ഇത്ര ശക്തിയാണ് എങ്കിൽ വരാൻ പോകുന്നതിന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സൈൻ ബോർഡിന് ഇത്ര പവർ ഉണ്ടെങ്കിൽ വരാൻ പോകുന്നതിന് എന്ത് പവർ ഉണ്ട്? അത് എങ്ങനെ നേടണം, അച്ചീവ് ചെയ്യണം, നിങ്ങളാണ് ചെയ്യേണ്ടത്. അത് വേറെ ആരെങ്കിലും അല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോരുത്തരുമാണ് ചെയ്യേണ്ടത്. അവിടെയാണ് അയാം ശിവ, അയാം ആദം എന്ന ആ സത്യം. നിങ്ങൾ ബ്രഹ്മം എന്നതിനപ്പുറം, ബ്രഹ്മം പരബ്രഹ്മം എന്നതിനപ്പുറം, അല്ലെങ്കിൽ ആദത്തിന് അതിനു വേണ്ടി ഫോളോ ചെയ്യുക എന്നതിനപ്പുറം, നിങ്ങൾ ആദമാണ്, നിങ്ങളാണ് ലിമിറ്റ്ലെസ് ശിവ. ലിമിറ്റ് ഇല്ല ശിവന്. നിങ്ങൾക്കറിയില്ല അത്. ശിവൻ തൃക്കണ്ണ് തുറന്നാൽ ഭസ്മമാകുന്നത് ഈഗോയാണ്. ഈഗോ. ആ തൃക്കണ്ണ് നിങ്ങളുടെയാണ്. നിങ്ങൾ തുറന്നാൽ നിങ്ങളുടെ ഈഗോ, അസുരനാണ് അവിടെ ഭസ്മമാകുന്നത്. ആദം പരാജയപ്പെടുത്തിയത് പിശാചിനെയാണ്, ഈഗോയെയാണ്, സാത്താനെയാണ്. അല്ലാതെ ആപ്പിള് കഴിച്ചതല്ല. ആപ്പിള് കഴിച്ചപ്പോഴാണ് കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. അതെപ്പോഴാണ് ആപ്പിള് കഴിച്ചത്? മൂന്നാമത്തെ വയസ്സിൽ തൊട്ട് ആപ്പിള് കഴിക്കാൻ തുടങ്ങിയതാണ്. നന്മ തിന്മയുടെ ആപ്പിൾ. നന്മ തിന്മയുടെ ആപ്പിൾ. എന്നിട്ട് നന്മ ചെയ്യാൻ വേണ്ടി നടക്കുവാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ, പൈസ കൊടുക്കാൻ, അതൊക്കെ ഇങ്ങനെ ഉള്ളിന് മുഖം മൂടി വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ്. ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ആപ്പിള് തന്നേക്കുക. ആപ്പിള് നിങ്ങൾക്ക് വയറ്റിലിട്ട് വച്ച് തന്നേക്കാണ്. നല്ലതാണ് ഈ ആപ്പിൾ. നന്മ തിന്മയുടെ ആപ്പിൾ. ജീവന്റെ വൃക്ഷം നിങ്ങൾ കാണുന്നേയില്ല. 3 വയസ്സ് മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്നത് ആപ്പിളാണ്. നിങ്ങൾ അതിങ്ങനെ ഇഷ്ടം പോലെ തിന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ള ജ്ഞാനപ്പഴം നിങ്ങൾ കാണുന്നില്ല. ജീവന്റെ വൃക്ഷത്തെ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ആ ജ്ഞാനപ്പഴം കഴിക്കുന്നേ ഇല്ല. നിങ്ങൾ ആപ്പിള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്പിള് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? നന്മ ചെയ്ത് വിജയിക്കാം എന്ന് വിചാരിക്കും. നന്മ ചെയ്താലും വിജയിക്കാൻ കഴിയില്ല. ജ്ഞാനമില്ലാതെ നന്മ ചെയ്തുകൊണ്ട് നന്മ ചെയ്താൽ നന്മയുള്ള ഒരാള്, അതിനപ്പുറത്ത് വേറെ ഒന്നും ആവില്ല. ഉം ഇലാമ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരു കഴിക്കുന്നില്ല. കുരു കുരു കുരുവിൽ നിന്നാണ് വൃക്ഷം ഉണ്ടാകുന്നത്. ആ വൃക്ഷം ഉണ്ടാകുന്നത് കഴിക്കുന്നില്ല. നിങ്ങൾ മധുരമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നന്മ തിന്മകളുടെ മധുരം, തെറ്റ് ശരികളുടെ മധുരം, വിധിയുടെ മധുരം. വിധിയുടെ മധുരം കഴിച്ച് ജീവിക്കുമല്ലേ നിങ്ങള്? ഓഹ്, എന്റെ വിധി ഇങ്ങനെയായി പോയി എന്ന് പറഞ്ഞ് ലോകത്തുള്ള 99.999% അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാറാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ടൈമാണ്. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം. ഈ നിമിഷം മുതൽ നിങ്ങൾ അശുദ്ധ വികല്പത്തിൽ നിന്നും ശുദ്ധ വികല്പത്തിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ വച്ചു എന്നാണ് അർത്ഥം. അത് വയ്ക്കാതെ എത്ര നേരം കണ്ണടച്ചിരുന്നിട്ടും, എത്ര വർഷം കണ്ണടച്ചിരുന്നിട്ടും
ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കുറവുകൾ അല്ലെങ്കിൽ അവരുടെ ഏഹ്, കാരണം പൂർണ്ണ തൃപ്തിയുള്ള ഒരാൾ മറ്റുള്ളവരുടെ കുറവ് എന്തിനന്വേഷിക്കണം? എന്താണോ നമ്മളിൽ കുറവുള്ളത് അതാണ് നമ്മൾ മറ്റുള്ളവരിൽ അന്വേഷിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല, ഒരു സങ്കടവും ഉണ്ടാവില്ല, നിങ്ങൾ ശുദ്ധ വികല്പത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് ഭാവനയും ശുദ്ധവിദ്യയുമല്ല. ഭാവന നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ശുദ്ധ വികല്പം പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലെ ചിന്തകൾ നന്നാക്കണം. സങ്കല്പത്തിൽ എന്താണോ അതാണ് വികല്പം. വികല്പം എന്ന് പറഞ്ഞാൽ തെറ്റായ, പക്ഷെ ഈ വികല്പം ഉണ്ടാക്കാൻ വേണ്ടി, വികല്പം എന്ന് പറഞ്ഞാൽ തോട്ട് കൺസ്ട്രക്ഷൻ. തോട്ട് കൺസ്ട്രക്ഷൻ. ഈ തോട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനസ്സുള്ളത്. തോട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനസ്സുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ കൊല്ലാൻ പറ്റൂല. അതായത് പഞ്ചഭൂതങ്ങളുടെ അധിപൻ എന്നാണ് ശിവനെ വിളിച്ചത്. കൊന്നിട്ടില്ല. ഇബിലീസിനെ കൊന്നു ആദം എന്ന് പറഞ്ഞിട്ടില്ല. തോൽപ്പിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. തോൽപ്പിച്ചു. കൊല്ലു. കൊല്ലണ്ട, പേടിപ്പിച്ചു വിട്ടാ മതി. കറക്റ്റ്. കൊല്ലണ്ട. കൊല്ലാൻ പറ്റൂല അതിനെ. അതിനെ മെരുക്കി, അതിനെ കൺട്രോൾ ചെയ്തു. ശിവൻ ആരായിരുന്നു? എല്ലാത്തിനെയും ഭൂതഗണങ്ങളുടെ അധിപന കൺട്രോൾ. പുള്ളി കൺട്രോൾ ആണ് ചെയ്തത്. ഒരിക്കലും പുള്ളി കൊല്ലുക, കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അതിക്രൂരന്മാരായ ചിലരെ ഭസ്മമാക്കി എന്ന് പറഞ്ഞാൽ അത് ഈഗോ ഡിസൊല്യൂഷൻ, ഈഗോനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഭൂതഗണങ്ങളെ കൊല്ലുകയല്ല ചെയ്യുന്നത്, കൺട്രോളിലാക്കുവാണെങ്കിൽ. ആ കൺട്രോളാണ് ശുദ്ധമായ ചിന്തകളെ മനസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടത്. സത്യം. ഒരാളെ കുറിച്ച് മോശം ചിന്തിക്കുമ്പോൾ തന്നെ പറയും വേണ്ട, അയാളെ കുറിച്ച് മോശം ചിന്തിക്കണ്ട, എനിക്ക് അയാളുടെ പൂർണ്ണമായ വിവരം അറിയില്ല, അയാളുടെ ഉള്ളിൽ കയറി നോക്കാനുള്ള കഴിവ് എനിക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ദേ വിട്ടു. നമുക്ക് നമ്മുടെ ചുറ്റും, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീടിന്റെ ചുറ്റും ഒക്കെ നമുക്ക് ഇഷ്ടക്കുറവുള്ള ആളുകൾ കാണും. നമ്മുടെ ഊഹത്തിൽ നിന്നാണ് അത് വരുന്നത്. ഊഹം അശുദ്ധ വികല്പമാണ്. ഊഹം അശുദ്ധ വികല്പമാണ്. അവൻ കള്ളനാണ്, അല്ലെങ്കിൽ അവൻ ശരിയല്ല, അവന്റെ പ്രവൃത്തിയല്ല, അവൻ ചിരിക്കണല്ലോ, ആ ചിരിക്കണില്ലാത്തതുകൊണ്ട് ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ നമ്മൾ അങ്ങ് വിധി എഴുതുവാണ്. അവൻ താമസത്തിന് തൊട്ടടുത്ത വീട്ടിൽ വരുമ്പോ തന്നെ വിധി എഴുതുവാണ്. ചേടാ, വന്നേക്കണോ ശരിയല്ലല്ലോ, അവന്റെ നോട്ടം ശരിയല്ലല്ലോ, അവന്റെ ഭാവം ശരിയല്ലല്ലോ, അവന്റെ മുഖം ശരിയല്ലല്ലോ. അവിടെയൊക്കെ നിങ്ങൾ ഈ രൂപത്തെ കൂട്ടുപിടിക്കുകയാണ്, ശുദ്ധ വികല്പം സൃഷ്ടിക്കുകയാണ്. അതായത് നിങ്ങൾക്കും സത്യത്തിനും ഇടയിൽ നിങ്ങൾ തന്നെ മറയിടുകയാണ്. ആദത്തിനും ഹൗവയ്ക്കും ഇടയിൽ, ആദത്തിനും രക്ഷിതാവിനും ഇടയിൽ ഒക്കെ നിങ്ങൾ മറയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടെക്നിക്ക് അല്ലാതെ വേറൊരു ടെക്നിക്ക് നമുക്ക് പറയാൻ ഇതില് ശരി. ചിരിച്ചാൽ ചിരി ശരിയല്ല, കരഞ്ഞാൽ കരച്ചിൽ ശരിയല്ല, എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാവും അതിന്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വിമർശനങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ എല്ലാം ഈ സത്യത്തെ സത്യമാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അതിന് നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങളെ തന്നെ. അത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആരാണ്? മറ്റൊരാളല്ല, നിങ്ങളാണ് വന്നിരിക്കുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഞാൻ തന്നെയാണ്. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞാൻ ആരാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഞാൻ. ഒരു ചിന്തയിലും ഒരു ശരിയുമില്ല. ശുദ്ധമായ ചിന്തകളിലല്ലാതെ വേറെ ഒന്നും ശരിയില്ല. നിങ്ങൾ എങ്ങനെയാണ് ശരിയുണ്ടാകുക? ഒരാൾ മോശമാണ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങളോട് എന്തെങ്കിലും ദ്രോഹം കാണിച്ചതിന്റെ പേരിൽ നിങ്ങൾ മോശാന്ന് പറയും, പക്ഷെ അയാൾ മോശമായിരിക്കണമെന്നില്ലല്ലോ. ഇത് നിങ്ങൾക്കറിയാൻ പാടില്ലാത്തൊരു രഹസ്യമാണ്.
നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത രഹസ്യം നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുമ്പോഴാണ് എല്ലാ ചിന്തകളിലും ചില ശരി ഉണ്ടാവില്ല എന്ന് തോന്നണത്. നമുക്കറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യം അയാൾ നമ്മൾ ഔട്ടർ ഇത് വെച്ചിട്ട് വിലയിരുത്തുകയാണ്. ആ വിലയിരുത്തി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അതിൽ ശരിയുണ്ട്. എന്റെ ശരി കണ്ടില്ലേ? അതായത് ആ ശരിയുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എല്ലാത്തിലും ശരി ഉണ്ടാവില്ലേ. ഇല്ല, എല്ലാത്തിലും ശരി ഉണ്ടാവില്ല. എല്ലാത്തിനും ശരി ഉണ്ടാവില്ലാത്തത് കൊണ്ട് തന്നെ ശരിയായത് മാത്രം ചിന്തിക്കുക, നന്മ മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, ശുദ്ധി മാത്രം ചിന്തിക്കുക. നിങ്ങളെല്ലാം ലിമിറ്റ്ലെസ് ആയ നിങ്ങൾ ശിവ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പെരുമാറും? എല്ലാവരോടും മോശമായിട്ട് പെരുമാറും. നിങ്ങൾ കള്ളനായതുകൊണ്ടല്ലേ മോശമായിട്ട് പെരുമാറുന്നത്? നിങ്ങൾ തട്ടിപ്പുകാരനായതുകൊണ്ടല്ലേ മോശമായിട്ട് പെരുമാറുന്നത്? നിങ്ങൾ സൂത്രശാലി ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ വരുതിയിലാക്കാൻ നോക്കുന്നത്? നിങ്ങളാണ് അൾട്ടിമേറ്റ് എങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ആരെയും നിങ്ങൾക്ക് തട്ടിച്ചെടുക്കേണ്ടി ആരെയും പറ്റിച്ച ഓട്ടോമാറ്റിക്കലി അതെല്ലാം നിങ്ങളിലേക്ക് വരും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം എല്ലാം അങ്ങനെ വന്നമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മാറണം. വെരി ഡിഫിക്കൽട്ട്. ഞാൻ പറഞ്ഞില്ലേ, കോംപ്ലിക്കേറ്റഡ് ആണ്, വെരി ഡിഫിക്കൽട്ട്. ഇനി ഡിഫിക്കൽട്ട് അല്ലാത്തൊരു മാർഗമുണ്ട്. സ്ഥിരമായിട്ട് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ്. ഒരു ഡിഫിക്കൽട്ടും ഇല്ല. മനസ്സിലായില്ലേ? ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ്. ഭൂമിയിലാണെങ്കിൽ ഭൂമിയിൽ, നരകത്തിലാണെങ്കിൽ നരകം. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ്. എളുപ്പമുള്ള പണിയാണത്, ഭയങ്കര എളുപ്പമാണ്. ഒന്നും ചെയ്യണ്ട, ഉള്ള അഭ്യാസം എല്ലാം കാണിച്ച് എല്ലാരെയും പറ്റിച്ച് എല്ലാരെയും വഞ്ചിച്ച് എല്ലാരെയും ചീത്ത വിളിച്ച് രാവിലെ മുതൽ അടുത്ത വീട്ടുകാരനും തെറി വിളിച്ച് അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, ഈ സിസ്റ്റം ശരിയല്ല, ഭരണകൂടം ശരിയല്ല, കച്ചവടക്കാര് ശരിയല്ല, ഈ പിന്നെ ബിസിനസ്സുകാർ ശരിയല്ല, അവനെല്ലാം പറ്റിക്കാതിരിക്കുകയാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ കപടതയാണ്. കപട ഏതാണ്ട് എന്താ പറയും, എല്ലാവരും പറ്റിപ്പുകാരാണ്, എല്ലാവരും നമ്മളെ പറ്റിക്കാതിരിക്കുന്നതാണ്, ഞാൻ മാത്രമേ ശരിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെ ഇരുന്നാ മതി, ആരും ശരിയല്ല. അങ്ങനെ അങ്ങ് ഇരുന്നാ മതി. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ്. ഇവിടെ ആണ് നമ്മൾ പറയണത് ശുദ്ധവിദ്യ. അത് ചേഞ്ച് ചെയ്യാനുള്ള ഏക മാർഗം പൂർണ്ണമായ സമർപ്പണത്തിലൂടെ നിങ്ങൾ ഒരു 41 days ഓർ 90 days പ്രാക്ടീസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾ കംപ്ലീറ്റ് സമർപ്പിക്കുന്നില്ല. കംപ്ലീറ്റ് സമർപ്പിക്കുന്നില്ല. കംപ്ലീറ്റ് സമർപ്പിച്ചാൽ ഈസി ആകും നിങ്ങൾക്ക്. വെരി ഈസി, വെരി ഈസി. നെക്സ്റ്റ് ലൈഫ് ഭാവന, കറക്റ്റ് ഭാവനയാണ്, ഇമാജിനേഷൻ അല്ല, ഭാവനയാണ്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ലൈഫ് ഭാവനയാണ്, ഇമാജിനേഷൻ അല്ല. അതുള്ളതാണ്, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതാണ്. ഉള്ളതിനെ അറിയാൻ പാടില്ലാത്തതിനാണ് ഭാവന എന്ന് പറയുന്നത്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാവി, സ്പൈഡർമാൻ, അതൊന്നും ഇല്ലാത്തതാണ്, നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതാണ്. ആണ്. നെക്സ്റ്റ് ലൈഫ് ഭാവനയാണ്. ആ ഭാവന ഇവിടെ നിന്നും അനുഭവിച്ചു പോവുക എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് പ്രോസസ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് അറിഞ്ഞെടുക്കാൻ. കാരണം അത് അറിവല്ല, അറിയുന്നതാണ്. അറിവും അറിയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണത്. എല്ലാ അതിർത്തികളും നിങ്ങൾ വിടണം, എല്ലാ അതിർത്തികളും. അതാണ് മുമ്പ് വിശുദ്ധന്മാർ ചെയ്തത്, സത്യാന്വേഷികൾ ചെയ്തത് അതാണ്. അവർക്ക് ആരും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കള്ളനും കൊള്ളക്കാരനും ഏറ്റവും നല്ലൊരു രാജാവും അവർക്ക് ഒരുപോലെയായിരുന്നു. അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. കള്ളനും കൊള്ളക്കാരനും ഏറ്റവും നല്ലൊരു രാജാവും ഏറ്റവും നല്ലൊരു മനുഷ്യനും അവർക്ക് ഒരുപോലെയായിരുന്നു. അതാണ് യേശു പറഞ്ഞത്. നീ
ഒരു ഏറ്റവും മോശമായി ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും വരൂ, നീ ഒരു കൊലപാതകയാണെങ്കിലും വരൂ, നീ ആരാണെങ്കിലും വരൂ എന്ന് പറഞ്ഞ് വിളിച്ചത് അവിടെയാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിന്റെ ഉള്ളിൽ ഉണ്ടായാൽ അതോടുകൂടി എല്ലാം ചേഞ്ചായി. കാരണം എല്ലാരും പിന്നെ നിങ്ങൾക്ക് ഒരുപോലെയാണ്. ആരും നിങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്നതല്ല. അല്ലെങ്കിൽ എല്ലാരും നിങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്നതാണ്. എല്ലാരും നിങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊരു കോടതിയെ കൊണ്ടുപോയി നിർത്തിയാലും ആരും നിങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്നതല്ല. ജഡ്ജി ആണെങ്കിലും നിങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്നതല്ല. ഓപ്പോസിറ്റ് വാദിക്കുന്ന വക്കീലും നിങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്നതല്ല. അനുകൂലമായി വാദിക്കുന്ന വക്കീലും നിങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കുന്നതല്ല. അതാണ് സത്യം. സത്യം അത് മാത്രമാണ്. മറ്റത് ഓട്ടോമേറ്റഡ് ആയി നടക്കുന്നതാണ്. നിങ്ങൾ കോടതി കയറാന്നുണ്ടെങ്കിൽ കയറിയേ പറ്റൂ. അത് ഓട്ടോമേറ്റഡ് ആണ്. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നതിന് ജീവിച്ചേ പറ്റൂ. ഓട്ടോമേറ്റഡ് ആണ്. അതിലൊന്നും നിങ്ങൾക്ക് കൈ കടത്താൻ കഴിയില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ച കാര്യങ്ങൾ. അതിൽ നിന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ്. ആ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഈ വഴി. ഇതൊരു 100% ലോകത്തെല്ലായിടത്തും കാലങ്ങളായി, അല്ലെങ്കിൽ മനുഷ്യാരംഭ കാലം മുതൽ ഫിലോസഫി ഉണ്ട്. ഇറ്റ്സ് എ ഫിലോസഫി. ഇത് ഫിലോസഫിയാണ്. ഈ ഫിലോസഫിയുടെ പ്രാക്ടിക്കലും കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഫിലോസഫിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവൻ സ്വീകരിക്കണ്ട. അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്റെ കയ്യിൽ വേറെ സാധനമൊന്നും ഇല്ല. ഒരു ഒരു ടെക്നിക്കും ഇല്ല. പണ്ടൊരാളെ പറഞ്ഞു, ഒരു വോയിസ് മെസ്സേജ് ഇട്ടാണ്, ഈ എസ് കയ്യിൽ ഒരു ഒരു എന്താ ഒരു മെഷീൻ ഉണ്ട്. അത് സ്വിച്ച് ഇടുമ്പോഴാണ് ആൾക്കാർ അവിടെ കറങ്ങണത്, വൈബ്രേറ്റ് ചെയ്യണത്. അങ്ങനെ ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നാ സുഖായിരുന്നു. ഏഹ് എന്റെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ വൈബ്രേറ്റ് ആവും. ലോകത്ത് എത്രയും കൂടുതൽ ആളിരിക്കുന്നുവോ ആ ആളുകളെല്ലാം ഒരേപോലെ കണക്റ്റഡ് ആവും അതുമായിട്ട്. ആ കണക്ഷനാണ് ആ കണക്ഷനാണ് സത്യം, ശക്തി. ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഡിവൈസ് അല്ല ഇത്. ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയില്ല ഇത്. ഇത് എത്ര അറിവുണ്ടായാലും കിട്ടില്ല. ഒരുപാട് അറിവുണ്ട്, ഇത് കിട്ടില്ല. ഇത് കേൾക്കാനും ഇത് അറിയാനും വന്നിരിക്കാനുള്ള ഒരു 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 എന്തോ ഒരു എന്താണ് ഈ പറയാ, എന്താ ഗ്രേസ് എന്നൊക്കെയാണെന്ന് പറഞ്ഞതാ, കൃപ എന്നൊക്കെയാണ് പറഞ്ഞത്. എപ്പോഴോ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം, അതില്ലാതെ എപ്പോഴോ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം അതില്ലാതെ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്തോരം അറിവുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അതാണ് മിസ്റ്ററി. നമ്മൾ സ്വയം തെളിയണം. സ്വയം തെളിയുന്ന ഒരു റിപ്പബ്ലിക് ദിനമായി 2026 ഈ റിപ്പബ്ലിക് ദിനം നിങ്ങൾക്ക് മാറട്ടെ. മാറട്ടെ. നിങ്ങളുടെ നിങ്ങൾ ഞാൻ പറയുന്നു, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എന്റെ ആവശ്യം ഈ ഒരു വഴിയിലേട്ട് ഇപ്പൊ കറന്ന് നിങ്ങൾക്ക് ഓൾറെഡി എന്റെ ആവശ്യം കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു നോ, നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതെന്നും നിങ്ങൾ എന്ത് മാറ്റമാണ് ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ളതെന്നും നിങ്ങൾക്കറിയാം. ഒരു സമയത്ത് എന്നെ ഇതിൽ നിന്ന് കാണാതായാലും നിങ്ങൾക്ക് എന്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇനി മുന്നോട്ട് പോവാം. ഞാൻ അതിനുള്ളതെല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഈ എന്റെ കൂടെയുള്ള ഒരാളും എന്നെ എന്നെ കാണാതെ കാണുമെന്ന് എനിക്കറിയാം. അതെനിക്കറിയാം, നല്ല ഉറപ്പുണ്ട് എനിക്ക്. മനസ്സിലായില്ലേ? അത് കാണും. അതിന് ഒരു മൊബൈലിന്റെ ആവശ്യമില്ല, ഒരു സ്ക്രീനിന്റെ ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണും.
ഇത് അഡ്വാൻസ് ടെക്നോളജി. അത് അഡ്വാൻസ്ഡ് ഹ്യൂമൻ ടെക്നോളജി. നിങ്ങൾ എന്തൊക്കെ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അഡ്വാൻസ്ഡ് ഹ്യൂമൻ ടെക്നോളജിയാണ് അത്. ഞാൻ ഇതിൽ നിന്ന് പോയാൽ കൂടുതൽ ശക്തമായി കാണും. ഞാൻ ഇതിനകത്ത് ഇരിക്കണോണ്ടാണ് പലരും കാണാത്തത്. പോയി കഴിഞ്ഞാൽ കൂടുതൽ ശക്തമായി കാണും, അല്ലാതെ ഇല്ലാതാവുമൊന്നുമില്ല. ഉം. ഇതൊക്കെ പറയുമ്പോ എല്ലാവർക്കും ദഹിക്കൂല. എന്ത് കുന്താണ് ഇയാൾ ഈ പറഞ്ഞത് എന്നൊക്കെ ചിന്തിക്കും. അത് അവരോടാണ് നമുക്ക് പറയാനുള്ളത്. ഇത് വേറൊരു യൂണിവേഴ്സാണ്. ഇതൊരു വേറൊരു ലോകമാണ്, ഒരു പ്രപഞ്ചമാണിത്. എല്ലാരെയും അംഗീകരിക്കുന്ന, കച്ചറയില്ലാത്ത, അടിയില്ലാത്ത, ബഹളമില്ലാത്ത, ഒച്ചപ്പാടില്ലാത്ത, ആരെയും ആക്രമിക്കാത്ത, എല്ലാവരെയും ഒരുപോലെ കാണുന്ന. എന്തുകൊണ്ടാണ് ഭീകരവാദികളും തീവ്രവാദികളും? അതൊക്കെ അവരുടെ കർമ്മമാണ്. ആ കർമ്മമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നത്, അല്ലേ? ഒരിക്കലെങ്കിലും വർഗീയമായ ചേരിതിരിവോടുകൂടി ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും മനുഷ്യരിൽ ഭൂരിപക്ഷവും. അന്ന് വർഗീയത, കാരണം അത് അവരുടെ കർമ്മമായിരുന്നു. ആ കർമ്മം കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു ലോകത്തേട്ട് വരുന്നത്. ആ ലോകവും ആ ലോകം കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് വരിക. ഓക്കെ. നിങ്ങൾ ഇപ്പോഴും വേറെ ആൾക്ക് മാർക്കിടാൻ നോക്കുകയാണ്. അയാളുടെ ഉള്ളിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. അറിയാൻ കഴിയാത്ത ഒരാളെ പേരിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണ്. ആരുമായിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞ ആരുമായിക്കൊള്ളട്ടെ. നിങ്ങൾ ഈ പറയുന്ന ഏത് ഏത് വ്യക്തിയുമായിക്കൊള്ളട്ടെ. ഗ്രേഡ് ഇടാൻ. ഹു ആർ യു? ആദ്യം നീ നിനക്ക് ഗ്രേഡ് ഇട്, എന്നിട്ട് നീ മറ്റുള്ളവരെ കാണാം. അപ്പൊ എല്ലാം നല്ലതായിട്ട് തോന്നുന്നു. അതെല്ലാം ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നിനക്ക് അവിടെ ഇടപെടാനൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാവും. ഇടപെടുത്തവന്മാര് ഇടപെട്ടോണ്ടിരിക്കും. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ലൈഫ്. അവര് സോഷ്യൽ മീഡിയ കിടന്ന് അടി കൂടിക്കൊണ്ടിരിക്കും. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നരകത്തിൽ പോയിരുന്നാലും ഒരു മൊബൈൽ തന്നാ മതി, ഞങ്ങൾ അടി കൂടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മൊബൈൽ തന്നാ മതി. അത് അവരുടെ സന്തോഷമാണ്. അതൊന്നും നിർത്താൻ നമ്മളാളല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഇപ്പോഴല്ല അറിയുക. കുറെ കഴിഞ്ഞ്, കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അവരുടെ ഉള്ളില് ഈ ശാസ്ത്രത്തിനും ഈ അറിവുകൾക്കും ഒന്നും നേടാൻ കഴിയാത്ത, ഒന്നും അറിയാൻ കഴിയാത്ത, ഒന്നും തടയാൻ കഴിയാത്ത ചില സംഭവങ്ങൾ ഉണ്ടാവും ഒരു 40 വയസ്സ് കഴിയുമ്പോൾ. അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രായത്തിൽ മുമ്പേ അറിഞ്ഞവർ ഭാഗ്യവാന്മാർ. പ്രായത്തിന് മുമ്പേ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാന്മാർ. 40 വയസ്സിന് മുമ്പ് അറിഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഭാഗ്യവാന്മാർ. 40 വയസ്സിന് ശേഷം അറിഞ്ഞവർ അതിലും ഭാഗ്യവാന്മാർ. കാരണം ഇനിയെങ്കിലും രക്ഷപ്പെടാലോ. ഇനി ഇനിയെങ്കിലും ഇനിയെങ്കിലും രക്ഷപ്പെടാലോ. അപ്പൊ വലിയ ഭാഗ്യവാന്മാർ. വലിയ ഭാഗ്യവാന്മാർ. രണ്ടും ഭാഗ്യവാന്മാർ. ഓക്കെ. അല്ല, ഞാനിതൊക്കെ അറിഞ്ഞിട്ട് വർഷങ്ങളായി. അന്ന് മനസ്സിലായില്ല, സമയമെടുത്ത് മനസ്സിലാക്കാൻ. ഓക്കെ. അപ്പൊ ഹാപ്പി റിപ്പബ്ലിക് ഡേ.